ഓൾ ഇന്ത്യ പാരാ സിറ്റിംഗ് വോളിബോൾ ചാമ്പ്യൻഷിപ്പ് മാർച്ച് 21 മുതൽ 23 വരെ ഈറോഡിൽ നടക്കുമെന്ന് പാരാ സിറ്റിംഗ് വോളിബോൾ അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. 14 പേരാണ് ആദ്യമായി കേരളത്തിന് വേണ്ടി മത്സരിക്കുന്നത്. പാരാലിമ്പിക് അസോസിയേഷനും അതേപോലെ തന്നെ പാരാ വോളി അതേപോലെ ഇൻഡോർ ക്രിക്കറ്റ് ഒക്കെ നമ്മൾ കഴിഞ്ഞ 2 മാസം മുമ്പ് കോഴിക്കോട് വെച്ചൊരു നാഷണൽ ഇവന്റ് നടത്തിയിരുന്നു. വലിയൊരു പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു. അതുപോലെ മറ്റെല്ലാ ഡിസേബിൾഡ് ആളുകൾക്ക് ഏതൊക്കെ സ്പോർട്സ് നമുക്ക് പ്രൊമോട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ കമ്മിറ്റി വളരെ സജീവമായിട്ട് കോഴിക്കോട് തന്നെയാണ് അതിൻ്റെ സ്റ്റേറ്റ് കമ്മിറ്റി. വോളിബോളിൽ നിന്നും വ്യത്യാസമായി പാരാ സിറ്റിംഗ് വോളിബോൾ ഇരുന്നിട്ടാണ് കളിക്കുന്നത്. 6 പേരാണ് ഒരു ടീമിൽ ഉണ്ടാകുക. 40% ഡിസബിലിറ്റി ഉള്ളവർ, ഫിസിക്കലി ഹാൻഡികാപ്ഡ്, അമ്പുട്ടി, പോളിയോ ബാധിച്ചവർ എന്നീ വിഭാഗക്കാരാണ് മത്സരിക്കുന്നത്. കേരളത്തിൽ നിന്നും ആദ്യമായാണ് ഒരു ടീം ഓൾ ഇന്ത്യ പാരാ സിറ്റിംഗ് വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നതെന്ന് പാരാ സിറ്റിംഗ് വോളിബോൾ അസോസിയേഷൻ ഓഫ് കേരള ഭാരവാഹികൾ പറഞ്ഞു. ഇതിന് ഗ്രൗണ്ട് എന്ന് പറഞ്ഞിട്ട് സാധാരണ വോളിബോളിന്റെ ഗ്രൗണ്ട് തന്നെയാണ്. പക്ഷെ 10 മീറ്റർ വീതിയും 6 മീറ്റർ വീതിയാണ് ഇതിനുള്ളത്. 5 മീറ്റർ അപ്പുറം വരുന്നുണ്ട്. ഇതിൽ കളിക്കുന്ന പ്ലേയേഴ്സ് 6 പേരാണ്. പക്ഷെ ഇതിൽ കളിക്കുന്നതെന്ന് വെച്ചാൽ ഡിസബിൾഡ് ആയിട്ടുള്ള 40% ഡിസബിലിറ്റി ഉള്ള ആൾക്കാരാണ്. അതിൽ എല്ലാവരും ഇല്ല. ഫിസിക്കൽ ഹാൻഡിക്യാപ്ഡ്, അമ്പ്യൂട്ടി, അതുപോലെ പോളിയോ ഇതായിട്ടുള്ള കുട്ടികളാണ് കളിക്കുന്നത്. ഈ റോഡിൽ വെച്ച് മാർച്ച് 21 മുതൽ 23 വരെ നടക്കുന്ന മത്സരങ്ങൾക്കായി കേരള ടീം മാർച്ച് 20-ന് പുറപ്പെടും. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് ഡോക്ടർ സുരേഷ് പുത്തലത്ത്, സീനിയർ വൈസ് പ്രസിഡന്റ് ഡോക്ടർ പി പ്രമോദ് കുമാർ, ജനറൽ സെക്രട്ടറി തച്ചിലോട്ട് നാരായണൻ, പത്രപ്രവർത്തകൻ എ സജീവൻ, ജനറൽ കൺവീനർ അഖിൽ പാറക്കൽ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഇനി മറ്റൊരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.